പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ആരാധന, ദൈവത്തിന് പുകഴ്ച. സകലമാനത്തിനും മഹത്വത്തിനും ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ ഏക സത്യനിത്യദൈവമായ യേശു കർത്താവിന് സകല മാനവും മഹത്വവും. ആമേൻ. ഈ 2025 ലാസ്റ്റ് സൺഡേ, ഹല്ലേലൂയ, വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഏക സത്യ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആമേൻ ആരാധിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്ക് ഞാൻ മോഹിനിയ ചോവൻ പൂമരുതിക്കുഴിയിൽ നിന്ന് ക്രിസ്തീയ വന്ദനം. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ, ചില ആഴ്ചകൾ വിശുദ്ധ ഞായറാഴ്ച നിങ്ങളെ അഭിസംബോധന ചെയ്തില്ല. ആമേൻ. ഇല്ലെങ്കിൽ വീഡിയോ ഇട്ടില്ല. ആമേനെല്ലാം ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം അറിയാതെ ഒന്നും ആരുടെയും ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ആമേൻ. പാട്ടുകാരൻ ഇങ്ങനെ പാടി: ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആണ്ടിൻ്റെ ആരംഭം കണ്ടവർ, ആമേൻ, ജനുവരി 2025 1 കണ്ടവർ, ഇന്ന് 2025 ഡിസംബർ, ഇന്ന് 28 തീയതി. ഈ 28 തീയതി എന്നുള്ള ദിവസം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, ഞാനും പറയും ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ദൈവം തമ്പുരാൻ്റെ കരം, ദൈവത്തിൻ്റെ പ്രവൃത്തി, എത്രയോ രോഗങ്ങൾ, എത്രയോ ഭാരങ്ങൾ, എത്രയോ സന്ദർഭങ്ങളിൽ മാറ്റപ്പെടാമെന്ന ലോകത്തുനിന്ന് ഞാൻ പോയി എന്ന് വിചാരിച്ച സാഹചര്യങ്ങൾ, അവന്നൊക്കെ ദൈവത്തിൻ്റെ കരുതലല്ലേ, ദൈവത്തിൻ്റെ കൃപയല്ലേ, ദൈവത്തിൻ്റെ മഹാദയല്ലേ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഇനി നിമിഷങ്ങൾ, ഇനി മണിക്കൂറുകൾ മാത്രം ഈ ആണ്ട് കഴിയുവാൻ. കഴിഞ്ഞ ദിവസം ഡിസംബർ 25 നമ്മൾ ഭൂലോകമെമ്പാടും ക്രിസ്തുമസ് ദൈവത്തിൻ്റെ ഹല്ലേലൂയ, ക്രിസ്ത്യാനി എന്ന് പറയുന്നവരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സ്നേഹത്തിൽ കൂടെയും മത്സരത്തിൽ കൂടിയും ലഹളയിൽ കൂടിയും ഒക്കെ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഇത് ആഘോഷിച്ചതിന് കാരണം ഇനി 2026 തുടങ്ങുവാൻ നിമിഷങ്ങൾ മാത്രം. ഈ ഡേറ്റ് അറിയിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ലോകരക്ഷകനായ യേശു കർത്താവ് മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച് ഈ ഭൂമിയിൽ നമ്മളോട് ചേർന്ന് എൻ്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന് 33.5 തിരുവയസ്സ് വരെയും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത്, ദൈവം അയച്ച സർവശക്തനായ പിതാവ് അയച്ച പ്രവൃത്തികളൊക്കെ ചെയ്ത് തമ്പുരാൻ്റെ സമയം വന്നപ്പോൾ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പോകാൻ നേരം കർത്താവ് പറഞ്ഞ്, ഞാൻ പോയതുപോലെ മടങ്ങി വരും, നിങ്ങളെ അവിടെ ചേർക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭവനം ഒരുക്കാൻ പോകുന്നു. ആ ഭവനത്തിലേക്ക് നമ്മളെ ചേർക്കുവാൻ കർത്താവ് വേഗം വരുന്ന പ്രിയപ്പെട്ടവരെ. യേശുവാണ് ലോകരക്ഷകൻ, യേശുവാണ് സർവശക്തനായ ദൈവമാണ് രക്ഷകനെന്ന് വിളിച്ചു പറയുന്ന ഡേറ്റുകളാണ് ഈ ഓരോ നാളും. നമ്മൾ ഓരോ കലണ്ടറിൻ്റെയും ഓരോ ദിവസങ്ങളും ഏത് ലോകത്ത്, അമേരിക്കയിലായിട്ടൊക്കെ, ഇംഗ്ലണ്ടിലായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, അത് ഗൾഫ് രാജ്യങ്ങളിലായിക്കോട്ടെ, അത് കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യ മഹാരാജ്യത്തായിക്കോട്ടെ, ഏത് ലോകത്തും എഴുതുവാനും വാങ്ങുവാനും വിൽക്കുവാനും വിൽപ്പത്രം ചെയ്യുവാനും, അതുപോലെ തന്നെ ഹല്ലേലൂയ, എന്ത് ഡേറ്റ്, ജനന ഡേറ്റ്, മരണ ഡേറ്റ്, ഇതൊക്കെ എഴുതണമെങ്കിൽ ഇന്ന് എഴുതണം. 28/12/2025 ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്കും ഇന്ന് മരിച്ച ജനങ്ങൾക്കും ഈ ഡേറ്റ് എഴുതി വെക്കുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെതാണ് സൂചിപ്പിക്കുന്നത്. ആ തമ്പുരാൻ പറഞ്ഞതുപോലെ വരാൻ സമയമായിരിക്കുന്നു. യേശു കർത്താവ് വരും. തമ്പുരാൻ വാഗ്ദത്തം ചെയ്തവൻ, വിശ്വസ്തനായിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ആ യേശു എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ വേഗം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരുങ്ങി കാത്തിരിക്കുക. യേശു കർത്താവ് വരാറായി. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രവർത്തികൾ തേക്കുവാൻ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ഭൂമിയും അതിൻ്റെ ഹല്ലേലൂയ ഭൂമണ്ഡലത്തിലെ സകലതും
ആമേൻ നാശമായി പോകുമ്പോൾ സർവശക്തനായ കർത്താവിൻ്റെ വരവിൻ്റെ കാഹളം ധ്വനിക്കുവാൻ സമയമായിരിക്കുന്ന ഈ സമയത്ത് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ലോകത്തിൻ്റെ ഫലഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവചനം നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദര, എനിക്ക് നിന്നോട് പറയുവാനുണ്ട്. സഹോദരി, എനിക്ക് നിന്നോട് പറയുവാനുണ്ട്. എൻ്റെ യേശു സ്നേഹമാണ്. യേശു വരാറായി. ഈ ഭൂമിയിൽ ഒരു ദൈവവേദന എന്തൊക്കെ ഭാരങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, എന്തൊക്കെ കഷ്ടത നേരിട്ടാലും, എന്തൊക്കെ രോഗങ്ങൾ അനുഭവിച്ചാലും ഒരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവ് വരും. ആമേൻ. കാഹളം ധ്വനിക്കും. തമ്പുരാൻ്റെ സന്നിധിയിൽ ഞാൻ എത്തപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെയും നഷ്ടപ്പെടുത്തൽ, നാശമാക്കി കളയരുത്. ആമേൻ. എൻ്റെ കർത്താവ് വരാറായി. ആമേൻ. 91-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ യഹോവയെക്കുറിച്ച് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ആമേൻ. എൻ്റെ ദൈവം ആശ്രയിക്കുവാൻ ഒരിടമുണ്ടെങ്കിൽ, നമുക്കൊരു സങ്കേതമുണ്ടെങ്കിൽ, നമുക്കൊരു കോട്ടയുണ്ടെങ്കിൽ, നമുക്കൊരു മറവിടമുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി തന്നെയായിരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വരവെങ്കിൽ ഒരുങ്ങാൻ കാത്തിരിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ ഹാലലുയ കൃപയിൽ ആശ്രയിക്കാം. ഇന്ന് ഭൂലോകമെമ്പാടും വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധനയിലെല്ലാം ദൈവത്തിൻ്റെ കൃപയും കരവും കൂടെ ഇരിക്കട്ടെ. അഭിഷിക്തന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ എല്ലാവരും ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിപ്പാൻ ദൈവം ക്ഷേമത്തോടും സന്തോഷത്തോടും സമാധാനത്തോടുമാക്കുവാൻ ദൈവം ഇടയാകട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയദൈവമേ, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ആമേൻ സഭ, എൻ്റെ ദേശം, എൻ്റെ അയൽവാസികൾ, എൻ്റെ ദേശവാസികൾ, എൻ്റെ രാജ്യം, എല്ലാ ജനങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. സഭാ സംഘടന വ്യത്യാസമില്ലാതെ, ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനത്തെയും അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് മറയ്ക്കും വരവിനായി ഒരുക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു ആൾ.